നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈറ്റ് പ്രവാസികൾക്ക് ആശ്വാസമായ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് ബിരുദമില്ലാത്ത 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് തങ്ങളുടെ വിസ പുതുക്കാനുള്ള അവസരം അവർ നൽകിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ പുതിയ തുകയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ബിരുദമില്ലാത്ത 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് ഇൻഷുറൻസ് തുക 503.5 കുവൈറ്റ് ദിനാറായി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിശ്ചയിച്ചിരിക്കുകയാണ്. ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്കുള്ള 2.5 ദിനാറും ഓഫീസ് ജോലികൾക്കും മറ്റുമുള്ള സർവീസ് ചാർജായ 1 ദിനാറുമടക്കം ആകെ ഇൻഷുറൻസ് തുക 503.5 ആയിരിക്കും. പോളിസിയിലെ മൊത്തം വാർഷിക ചികിത്സാ ചെലവ് 10,000 ദിനാറാണ്. അതേസമയം ആശുപത്രിക്കുള്ളിലെ ചികിത്സയ്ക്കും താമസത്തിനുമുള്ള പരമാവധി ആനുകൂല്യം 8,000 ദിനാർ ആയിരിക്കും. കൂടാതെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് 1,500 ദിനാറും സാധാരണ ദന്ത ചികിത്സയ്ക്ക് 500 ദിനാറുമാണ് പരമാവധി ആനുകൂല്യമായി ലഭിക്കുക. പ്രാദേശികമായി 20-ലധികം ഇൻഷുറൻസ് കമ്പനികളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഔദ്യോഗികമായി ലിസ്റ്റ് അംഗീകരിച്ച ശേഷം അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. ഇതിനോടകം 8 കമ്പനികൾ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള രേഖകൾ നൽകുന്നതിനായി ഇൻഷുറൻസ് വിഭാഗത്തിന് അംഗീകാരം ലഭിച്ച കമ്പനികൾ ഒഴികെയുള്ള കമ്പനികൾ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനോ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതിനോ പരിഗണിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും കുവൈറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ഒട്ടനവധി പ്രവാസികളെ പിരിച്ചുവിടുന്നതിന്റെ നടപടികൾ ആരംഭിച്ചതിന്റെ സൂചനകൾ നൽകി പുതിയ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്വദേശിവൽക്കരണം ശക്തമായി തുടരുന്ന കുവൈറ്റിൽ പ്രവാസികൾക്കെതിരായ കൂട്ടപ്പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചു തുടങ്ങി. കുവൈറ്റ് വൈദ്യുത മന്ത്രാലയമാണ് 454 പ്രവാസി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവർക്ക് പകരം സ്വദേശി ജീവനക്കാരെ നിയമിക്കുമെന്ന് എണ്ണ വൈദ്യുതി മന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മുഹമ്മദ് അൽ ഫാരിസ് അറിയിച്ചിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവാസികളെ പിരിച്ചുവിട്ട് സ്വദേശികളെ നിയമിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അൽ സിയാസത്ത് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വൈദ്യുതി മന്ത്രാലയത്തിൽ എത്രത്തോളം സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയെന്നും എത്ര പ്രവാസികളെ പിരിച്ചുവിട്ടുവെന്നും മറ്റുമുള്ള വിവരങ്ങൾ ആരാഞ്ഞ് പാർലമെന്റ് അംഗം ഫറസ് അൽ ദൈഹാനി നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വകുപ്പ് കൈക്കൊണ്ട സ്വദേശിവൽക്കരണ നടപടികളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് കമ്മീഷൻ അയച്ച സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വകുപ്പിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് സ്വീകരിച്ച ഹ്രസ്വകാല ദീർഘകാല നടപടികളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. നിശ്ചയിച്ചു നൽകിയ തോതിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സർക്കാർ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം തടഞ്ഞുവെക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ വർഷം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ മുഴുവൻ മന്ത്രാലയങ്ങളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കാനാണ് കുവൈറ്റ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് തന്നെ. ഇതിന്റെ ഭാഗമായി നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ വിദേശ ജീവനക്കാരെയും പിരിച്ചുവിടാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ IT, പബ്ലിക് റിലേഷൻസ്, അഡ്മിനിസ്ട്രേഷൻ, മറൈൻ തുടങ്ങിയ മേഖലകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുകയും ചെയ്യും. ഇതിന്റെ മുന്നോടിയായി ഈ മേഖലകളിലെ പ്രവാസികളെയും പിരിച്ചുവിടുന്നതായിരിക്കും. അതിനിടെ സ്വകാര്യ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം MPമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ജോലികളിൽ പുതുതായി പ്രവാസികളെ നിയമിക്കുന്നത് നിർത്തലാക്കണമെന്നും നിലവിലെ സ്വദേശിവൽക്കരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ശതമാനത്തിൽ കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ പിരിച്ചുവിടണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് വൈദ്യുതി വകുപ്പിലെ നടപടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുകയും കുവൈറ്റ് പൗരന്മാർക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ അവതരിപ്പിച്ച 3 കരട് ബില്ലുകളിൽ മേൽ നടന്ന ചർച്ചകൾക്കിടയിലായിരുന്നു MPമാർ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ MPമാരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വീണ്ടും സമർപ്പിക്കുന്നതിനായി പാർലമെന്റ് സമിതിക്ക് തിരികെ നൽകിയിരിക്കുകയാണ് കരട് ബില്ലുകൾ. ശക്തമായ സ്വദേശിവൽക്കരണ നയങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ബില്ലുകൾ എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.